കേട്ടല്ലോ, ഓൻ പച്ചക്കറി കഴിക്കൂലെങ്കിൽ ഓനെ കൊണ്ട് ഇതുപോലെ പച്ചക്കറി കഴിപ്പിക്കുന്ന പല വിദ്യകളും എൻ്റെ കയ്യിലുണ്ട്. ഒന്നുമില്ല, നമ്മുടെ സാധാ ദോശമാവിൽ ഒരു നല്ല വലിയ ദോശ കൊണ്ട് ചുട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നെയ്യോ ബട്ടറോ ആക്കി കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു ചട്നിയോ ചമ്മന്തിയോ വെച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ നമ്മുടെ തക്കാളി ചമ്മന്തിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, മല്ലിയിലൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന തക്കാളി ചമ്മന്തി കുറച്ച് നല്ലോണം തന്നെ സ്പ്രെഡാക്കി കൊടുത്ത ശേഷം കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടുള്ള സവാള കുറച്ചധികം വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് കുനുകുനാ ഗ്രേറ്റ് ചെയ്തതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം കട്ട് ചെയ്ത് അതും, അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ക്യാബേജും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാനിതിലേക്ക് മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെഡാർ ചീസോ മൊസറല്ല ചീസോ അതുപോലെ സ്ലൈസ്ഡ് ചീസോ അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ശേഷം കുറച്ച് മല്ലിയില കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കുക. ചീസൊക്കെ ഒന്ന് മെൽറ്റായി ദോശയൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ തട്ടിക്കൊടുക്കുക. ഈ ദോശയ്ക്ക് ഞാൻ പിസ്സ ദോശ എന്ന് കൂടി പേരിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ പച്ചക്കറിയായിട്ട് അവിയലായിട്ടും തോരനായിട്ടും മെഴുക്കുവരട്ടിയായിട്ടൊന്നും കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വല്ല അയൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് തിന്നാൻ കൊടുക്കുക. അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.